ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മറിയക്കൊച്ചേ, ഇന്ന് നമ്മൾ മറിയക്കൊച്ചിന് വാക്സിനേഷൻ എടുക്കാൻ പിന്നെയും നമ്മൾ ക്ലിനിക്കിൽ പോവുകയാണ് അല്ലേ. മറിയക്കൊച്ചി ഇതൊന്നും അറിഞ്ഞുവിടാതെ ഇരിക്കുക. രാവിലെ ഒന്നും അധികം കുറേ നേരം സംസാരിച്ചു, കളിച്ച് ചിരിച്ചൊക്കെ ഞങ്ങൾ ഇരുന്നു. പക്ഷെ മറിയക്കൊച്ചിന് ഇതൊന്നും അറിഞ്ഞൂടല്ലോ നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യമൊന്നും. ഞാനും മറിയക്കൊച്ചും കൂടെ കുറച്ച് നേരം വണ്ടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. മറിയക്കൊച്ചിൻ്റെ അമ്മയാണെങ്കിൽ ഷോപ്പിങ്ങിന് പോയി സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ കുറച്ച് കളിയും ചിരിയായിട്ട് കാറിലിരിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. എന്നിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത്. മറിയക്കൊച്ചിന് ഒന്നും അറിഞ്ഞൂടാ, പാവം. എനിക്കായിരിക്കും. ഓ, അപ്പാവ ഭയങ്കര ഇഷ്ടമാ. അപ്പനെ ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. ആണ് എൻ്റെ മറിയക്കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ കൂട്ടത്ത് കളിക്കാൻ അല്ലേ. നമ്മൾ ആടിപ്പോളയല്ലേ, നമ്മൾ ആടി പോളിക്കും അല്ലേ മറിയക്കൊച്ചെ. മറിയക്കൊച്ച് ഇങ്ങോട്ട് നോക്കുന്നില്ലേ ഞാൻ സംസാരിച്ചിട്ട്? ഇതാ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക്. മറിയാമേ എടി പെണ്ണ ഇങ്ങോട്ട് നോക്കണീ. നമ്മൾ കൂട്ടാടുത്ത് പറഞ്ഞതല്ലേ കൂട്ടാത്ത നമ്മളല്ലേ. ഓ, പപ്പച്ചിയുടെ നെഞ്ചി കിടക്കാൻ തോന്നുന്നു. കിടന്നോ 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 എൻ്റെ പൊന്നിനെ ഇവിടെ വേണോ കിടക്കാം. കിടന്നോ കിടന്നോ കിടന്നു. ഈ പറ ഈ ചിരിക്കിടി വേണ്ട. നീ ആറ്റിറ്റ്യൂഡാണല്ലോ രാവിലെ തന്നെ. ഞങ്ങൾ ക്ലിനിക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ക്ലിനിക്കിലോട്ട്. അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വെയിറ്റിംഗ് പീരീഡിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളെ നേഴ്സ് വന്ന് വിളിച്ചായിരുന്നു. ആദ്യത്തെ കുറച്ച് സമയം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ പറ്റി ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ ചോദിക്കുന്നതാണ്, കുഞ്ഞിൻ്റെ വളർച്ചയെ പറ്റി. അപ്പം നമ്മളതിന് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കണം. ഉദാഹരണത്തിന് കുഞ്ഞ് ഇഴയാൻ തുടങ്ങിയോ, കുഞ്ഞ് ശബ്ദമൊക്കെ കേൾക്കുമ്പം തിരിഞ്ഞ് നോക്കുന്നുണ്ടോ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആൻസർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കാര്യങ്ങളിലോട്ട് അവർ കടക്കുന്നത്. അടുത്ത് നമുക്കിന്ന് വന്നിട്ടുള്ളത് നമ്മൾ സെക്കൻഡ് വാക്സിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഫസ്റ്റുള്ള ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേഴ്സ് വരുന്നത്. അടുത്തൊരു നേഴ്സും കൂടെ വരും. It'll make her feel a bit better on those teeth. Eh? Yeah. Yeah. This is where they tend to spit it out a little bit. So we're going to have to try to lay her back a little bit more if you can. Yeah. There. Are you ready? Yum 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 yum. I don't even know if she swallowed it. I don't think so, no. There we go. God, look at those cute little toes. Come on. I'm a foot care nurse, guys. Yes. Look at those cute little So that's what she's busy. She's looking at the toes. Don't cry, Daddy. All right. Are we ready? Okay. Oh, 1, 2, 3. Boop. Bloop. കഴിഞ്ഞല്ലോ ചക്കര പെണ്ണേ. നല്ല സൂപ്പർ, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് നമുക്കിടാം. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തില്ലേ അമ്മയുടെ ആശയം. അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ക്ലിനിക്കിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി സെപ്പറേറ്റ് ചെരുപ്പുണ്ട്. നമ്മൾ നോർമൽ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് ഒന്ന് അവിടെ നമ്മൾ പല സൈസിനോടെ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. ഇതെടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പിന് കവർ ഉപയോഗിക്കും. സോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോക്സിൽ ഇത് ചെയ്യണം. അവർ പിന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ വയ്ക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ കളക്ഷനാണ്. മറയെ കൊച്ചൊന്ന് കരഞ്ഞെങ്കിലും ഫുൾ സെറ്റായി നമ്മളല്ലേ. അതാണ് സെറ്റായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഒരു ചിന്ന ബ്രേക്ക്. ബൈ ബൈ.